എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ പറയേ, പണ്ടൊക്കെ ഒരു ബിരിയാണി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു കല്യാണം വരണം, അല്ലെങ്കിൽ ഒരു പെരുന്നാൾ വരണം. ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണോ? ഓല് ബിരിയാണി എന്ന് പറഞ്ഞാൽ പെരയിൽ റെഡിയാണ്. ഇനിയിപ്പോൾ പെരയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പുറത്ത് പോയിട്ട് ഓല അങ്ങോട്ട് കഴിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ വില നമുക്ക് എപ്പോഴാണ് മനസ്സിലായത് അറിയോ? പുറത്ത് പോയി പഠിച്ചപ്പോഴാണേ. ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഈ ബിരിയാണിക്ക് ഒന്ന് കിട്ടണമെങ്കിലേ അപ്പം അമ്മമാരോട് അറിയും ഇപ്പോഴത്തെ കുട്ടികൾക്കും വില മനസ്സിലാവും. അപ്പം പറയും, അതെന്താ ഹോസ്റ്റലിൽ ബിരിയാണി ഇല്ലേ, ഇല്ലെങ്കിൽ പുറത്ത് പോയി കഴിച്ചൂടെ? പക്ഷേ നമ്മൾ കുറച്ച് ദൂരെ പോയപ്പോഴേ അവിടെ ബിരിയാണിയായി തരുന്നത് ഇവിടുത്തെ നെയ്ച്ചോറും ചിക്കൻ പൊരിയാണേ. നമ്മളെ ഇവിടുത്തെ ബിരിയാണീൻ്റെ ടേസ്റ്റൊന്നും അവിടെ കിട്ടണില്ല. നമ്മുടെ മലപ്പുറം കോഴിക്കോടും കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ ഒരു അവസ്ഥയാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഉമ്മാനോട് വിളിച്ചറിയും, ഉമ്മ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി, നിങ്ങളെ ബിരിയാണി നാം പൂതിയാവണു. എന്താ അറിയില്ല, ഉമ്മാൻ്റെ ബിരിയാണിക്കൊക്കെ അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയേക്കും ചെയ്യും. പക്ഷേ ഇന്നത്തെ ബിരിയാണി ഇന്ന് ഉമ്മാൻ്റെ അനിയത്തി വരുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ, നന്ദി.